വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകം ഇന്ന് പിടിയിലായ രണ്ടാളും കോൺഗ്രസുകാരാണെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. ഇവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നില്ല? സംഭവത്തെ ബിജെപിയുടെയും സംഘപരിവാറിന്റെയും തലയിൽ കെട്ടിവെക്കാനാണ് സിപിഎമ്മും കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിച്ചത്. സംഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിലെ യഥാർത്ഥ പ്രതികൾ ആരൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകമാണ്, മതം ചോദിച്ചു അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആൾക്കൂട്ട കൊലപാതകം നടത്തിയതെന്നുള്ള വലിയൊരു പ്രചരണം അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ ഓരോ മണിക്കൂർ കഴിയുന്ന സമയത്തും സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സത്യമേവ ജയതേ എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇന്നത്തോടു കൂടിയിട്ട് യഥാർത്ഥ ചിത്രം ഞങ്ങൾ എന്താണോ തുടക്കത്തിൽ പറഞ്ഞത് അത് ഇന്ന് പുറത്തു വന്നിരിക്കുക. അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോ നടത്തിയ പേരിൽ നടന്ന ഒരു ആക്രമണമല്ല എന്നുള്ളത് ഞങ്ങൾ തുടക്കത്തിൽ വളരെ ശക്തമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ശരിയാണെന്ന് തെളിയുന്ന രീതിയിലുള്ള തെളിവുകളും അതുപോലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പ്രതികളുടെയും രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു വരികയാണ്. കേവലം രാഷ്ട്രീയ പ്രസ്ഥാനമോ സംഘടനയോ നടത്തിയ ആക്രമണമല്ല എന്ന് ബിജെപി പറഞ്ഞത് ഇപ്പോൾ വ്യക്തമാകുന്നു. എം.വി. രാജേഷ് മന്ത്രിക്ക് നിരക്കാത്ത പ്രസ്താവന നടത്തി. ബിജെപി മലമ്പുഴ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റമാണ് രാജേഷിന്റെ പ്രശ്നം. മദ്യക്കമ്പനിക്ക് വേണ്ടി വാദിച്ച രാജേഷിന് കോടതി വിധി തിരിച്ചടിയായി. ഈ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് രാജേഷിന്റെ ശ്രമം. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിക്ക് നിരക്കുന്ന പ്രസ്താവനയായിരുന്നില്ല ശ്രീ എം.വി. രാജേഷിൻ്റേത്. അദ്ദേഹത്തിൻ്റെ സർക്കാരാണ് ഭരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ബി.ജെ.പിയെ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും അവഹേളിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അകത്തേത്തറ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വന്നു. മലമ്പുഴ പഞ്ചായത്തിൽ പ്രധാന പ്രതിപക്ഷമായിട്ട് CPM-നോടൊപ്പം ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ പ്രധാന പ്രതിപക്ഷമായിട്ട് നിലകൊള്ളുന്നു. എന്തിനേറെ പറയുന്നു, ഞങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതിരുന്ന കൊടുമ്പ് പഞ്ചായത്തിൽ ശ്രീ എം.വി. രാജേഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ നിതിൻ കണിച്ചേരിയുടെയും സ്വന്തം പഞ്ചായത്തുള്ള കൊടുമ്പ് പഞ്ചായത്തിൽ ഞങ്ങൾ ഇത്തവണ 3 സീറ്റിലാണ് വിജയിച്ചിട്ടുള്ളത്. ആ 3 സീറ്റിൽ വിജയിക്കുക മാത്രമല്ല 6 സീറ്റുകളിൽ കൊടുമ്പ് പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 2ാം സ്ഥാനത്ത് വന്നിരിക്കുക. ശ്രീ എം.വി. രാജേഷിൻ്റെ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തിൽ പോലും ഞങ്ങൾ പരാജയപ്പെട്ടത് കേവലം 6 വോട്ടുകൾക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ മറച്ചു വെക്കാൻ, അതോടൊപ്പം തന്നെ ബ്രീവറി വിഷയത്തിൽ മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ PR വർക്ക് നടത്തിയ അവരുടെ പ്രതിനിധിയായിട്ട് സംസാരിച്ച ശ്രീ എം.വി. രാജേഷിന് ഹൈക്കോടതി വിധി ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. കേസിലെ 4ാം പ്രതി ആനന്ദൻ CITU-കാരൻ എന്നും മുൻ ബ്രാഞ്ച് സെക്രട്ടറി എന്നും സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നു. കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗമാണ് ആൾക്കൂട്ട കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. RSSൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ അനുഭാവികൾ എന്നുള്ള രീതിയിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ 4ാം പ്രതിയായിട്ടുള്ള ആനന്ദനെ സംബന്ധിച്ച് കൃത്യമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനയൊന്നും അല്ലല്ലോ. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ കീഴിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചാണ് റിപ്പോർട്ട് ചെയ്തത്. ശ്രീ ആനന്ദൻ CPM-ൻ്റെ ഭാരവാഹിയാണ്, മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, കിഴക്കേ അട്ടപ്പള്ളം ബ്രാഞ്ചിലെ അംഗമാണ്, ഇപ്പോഴും പാർട്ടിയുടെ മെമ്പർഷിപ്പുള്ള ആളാണ്, CITU-ൻ്റെ ഹെഡ് ലോഡ് വർക്കേഴ്സിൻ്റെ ചുമട്ട് തൊഴിലാളിയാണ്. വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തത്. എന്നിട്ടും ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ടും ദുഷ്പ്രചരണം അഴിച്ചുവിടാനാണ് CPM-ഉം കോൺഗ്രസും ശ്രമിച്ചത്. വാളയാർ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. വാളയാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വിവരമറിഞ്ഞെത്താൻ 1.5 മണിക്കൂർ കഴിഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഈ മർദ്ദനമേറ്റ് കിടക്കുന്ന ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സ്വകാര്യ ആംബുലൻസ് വിളിക്കുന്നു. ആ സ്വകാര്യ ആംബുലൻസിൽ ഒരു പോലീസുകാരൻ പോലും കയറുന്നില്ല. മറിച്ച് ആ ആംബുലൻസിൽ കയറിപ്പോയത് മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകരാണ് കൂടെ കയറിപ്പോയത്. ബംഗ്ലാദേശിയാണെന്ന് ആരാണ് ചോദിച്ചതെന്നുള്ളത് പുറത്തു വരട്ടെ.
ഞാൻ ഇപ്പോഴും പറയുന്നു, ബംഗ്ലാദേശിയാണോ ചോദിച്ചത്, അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പർ ഇയാളെ അടിക്കാൻ ആളുകളോട് പറയുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വോയിസ് അതിലുണ്ട്, ആ വീഡിയോ ക്ലിപ്പുകളിലുണ്ട്, പോലീസിൻ്റെ കയ്യിലുണ്ടല്ലോ. പുതുശ്ശേരിയിലെ കരോൾ ആക്രമണത്തിൽ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാനാണ് CPM ശ്രമിച്ചതെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു. രൂപതയുടെ കീഴിലെ ഒരു പള്ളിയും കരോൾ നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കരോൾ എന്നാൽ ഭക്തിപൂർവ്വം ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് ബിഷപ്പ് തന്നെ പറയുന്നത്. മദ്യപിച്ച് CPMന്റെ ആളുകൾ ബാൻഡുമായി പോയതിനെയാണ് കരോൾ എന്ന് പറയുന്നത്. കരോളിൽ പോയ വ്യക്തിയും അറസ്റ്റിലായ വ്യക്തിയും തമ്മിൽ പ്രശ്നമുണ്ടായതായും കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. ഞങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഈ കരോൾ ഞാൻ ബിഷപ്പ് എന്താ പറഞ്ഞത്, കരോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭക്തിപൂർവം ആത്മീയ ഇതോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് എൻ്റെ സാമാന്യ വിവരം വെച്ചിട്ട് കരോള് സംഘങ്ങൾ പോവുക, ആ വീടുകളിൽ പോയി പ്രാർത്ഥന നടത്തും, കരോൾ ഗാനം പാടും, അവിടുന്ന് ചെറിയ സംഭാവനകൾ അവർ കൊടുക്കും, അത് വാങ്ങിയിട്ട് വരുന്ന ആളും. മദ്യപിച്ച് CPIMൻ്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയേണ്ടത്? ഈ കാളാണ്ട് അതിൽ ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ അല്ല മദ്യപിച്ചിട്ടെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ബിഷപ്പ് അല്ല, ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPMൻ്റെ ക്രിമിനൽ സംഘം പോയതാ. എവിടെയെങ്കിലും ബാൻഡ് ഇതിൽ CPIMൻ്റെ ബാൻഡ് ഉപയോഗിച്ചിട്ട് കരോൾ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ട. ബിഷപ്പ് ഈ അല്ലല്ല ഇതുമായിട്ട് പോയ ഈ കരോൾ സംഘത്തിൽ പോയ വ്യക്തികളും അതുപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആളും തമ്മിൽ അവിടെ വ്യക്തിവൈരാഗ്യമുണ്ട്. അവർ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നമാണ്. അതിനെ RSSൻ്റെയും ഞങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അതല്ല ഞാൻ ഈ പോയ ആളുകളല്ല പറഞ്ഞ് മദ്യപിച്ച് കരോളിൻ്റെ പേരിൽ പോകുന്നത് മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കാപ്പ കേസിലെ പ്രതിയാണ്, 2 കഞ്ചാവ് കേസിലെ പ്രതിയാണ്. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ലോട്ടിൽ നടക്കുന്ന മുഴുവൻ RSS ആണ് BJP ആണ് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞങ്ങളുടെ ഏതെങ്കിലും ചുമതല വഹിക്കുന്നുണ്ടോ? UTV ന്യൂസ് പാലക്കാട്.